ഹായ് എല്ലാ കൂട്ടുകാർക്കും സന വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ നിസാൻ ടെക്ടോൻ്റെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആയിട്ടുള്ള എൻ കണക്റ്റ വേരിയൻ്റ് ആണിത്. ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളതും ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ സാധ്യതയുള്ളതും ഈ എൻ കണക്റ്റ വേരിയൻ്റ് ആണ്. കാരണം ടോപ്പ് എൻഡിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ്, ടോപ്പ് എൻഡിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സും നമുക്ക് ഈ വേരിയൻറ്റിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും ഈ വേരിയൻറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ വേരിയൻറ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, അതുപോലെ തന്നെ ടോപ്പ് എൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര രൂപയുടെ പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2026 മോഡൽ നിസാൻ ടെക്ടോൻ്റെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻറ്റും ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ സാധ്യതയുള്ളതും ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളതുമായിട്ടുള്ള വേരിയൻ്റാണ് ഈ എൻ കണക്റ്റ വേരിയൻറ്റ്. എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും നമുക്ക് ഈ വേരിയൻറ്റ് അവൈലബിൾ ആണ്. ഒരു വാല്യൂ ഫോർ മണി വേരിയൻ്റ് എന്ന് നമുക്ക് ഈ വേരിയൻറ്റിനെ വിളിക്കാം. ഇപ്പോൾ ഫാൻസി ഫീച്ചേഴ്സ്, സൺറൂഫ് പോലെയുള്ള ഫീച്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേരിയൻറ്റും ഈ എൻ കണക്റ്റ വേരിയൻ്റാണ്. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ലുക്ക് ഈ ബ്ലാക്ക് കളർ വാഹനം അത്യാവശ്യം നല്ലൊരു റോഡ് പ്രസൻസ് നമുക്ക് തരുന്നുണ്ട്. നമ്മളുടെ ഡസ്റ്ററുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി പ്രീമിയം ലുക്കിംഗ് ആയിട്ടുള്ളൊരു വാഹനമായിട്ട് നമ്മുടെ ടെക്ടോൺ ഫീൽ ചെയ്യും. ഡസ്റ്റർ ഒരു റഫ് ആൻഡ് ടഫ് SUV ലുക്കാണെങ്കിൽ ഇതൊരു പ്രീമിയം ലുക്കിംഗ് ആയിട്ടുള്ളൊരു വാഹനമാണ്. നമുക്ക് ഒരു നിസാൻ്റെ 2.5 കോടി രൂപ വില വരുന്ന പാട്രോൾ ഇൻസ്പയർഡ് ഡിസൈൻ എന്നൊക്കെ ഇതിന് വേണമെങ്കിൽ പറയാം. ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുമ്പോൾ എവിടെയൊക്കെയോ ഒരു പാട്രോൾ ഛായ നമുക്ക് ഈ വാഹനത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു കളറാണ്. ഈ ഒരു ബ്ലാക്ക് കളർ അപാര റോഡ് പ്രസൻസ് ആണ്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കളറെന്നും ഈ ബ്ലാക്കിനെ നമുക്ക് പറയാം. ഈ വേരിയൻറ്റിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലെ കണക്റ്റഡ് DRL സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻറ്റും ഈ ഒരു എൻ കണക്റ്റ വേരിയൻ്റാണ്. നമ്മളുടെ 280 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു റെഡ് ലൈനാണ് നമുക്ക് മിസ്സിങ് ആവുന്നത്. അത് നമുക്ക് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ഒരു റെഡ് ഇൻസേർട്ട് ആക്സസറി ആയിട്ട് ചെയ്യാം. ഫ്രണ്ടിൽ ഒരു ക്രോം ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് നമ്മുടെ ഒരു ഫ്രണ്ട് ഗ്രില്ല് വരുന്നത്. അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. നടുക്ക് നിസാൻ്റെ വലിയ ലോഗോ കാണാം. ടോപ്പിൽ ടെക്ടോൺ എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഫുൾ LED ഹെഡ്ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വശങ്ങളിലായിട്ട് നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സും കാണാം. അത് ഫുൾ ഇതിൽ തന്നെ ഫങ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഫങ്ഷണലായിട്ടുള്ള എയർ ഇൻ സ്കൂപ്പ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിൽ നമുക്ക് ആ ഒരു C ഷേപ്പിലുള്ള ബമ്പർ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ബ്രഷ്ഡ് സിൽവർ ഫിനിഷിലാണ് വരുന്നത്. ഫോഗ് ലൈറ്റ്, LED ഫോഗ് ലൈറ്റ് നമുക്ക് ഈ വേരിയൻ്റ് ഓൺവേർഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നില്ല, ഇത് ജസ്റ്റ് ഫേക്കായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഈ വേരിയൻറ്റിൽ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സോ ഫ്രണ്ട് ക്യാമറ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരു 212 mm ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ആ ഒരു ഹെഡ്ലൈറ്റ് ആണെങ്കിലും ആ ഒരു C ഷേപ്പാണ്. ബമ്പറിൻ്റെ പോർഷനൊക്കെ ഒരു C ഷേപ്പിൽ തന്നെയാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രെയിംലെസ് ആയിട്ടുള്ള വൈപ്പേഴ്സ് കാണാനായിട്ട് പറ്റും. അഡാസൊക്കെ നമുക്ക് ടോപ്പ് എൻഡ് ആയിട്ടുള്ള ടെക്ന വേരിയൻ്റ് ഓൺവേർഡ്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 18 ഇഞ്ച് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. അത് 225, 55, R18 ആണ് ടയർ സൈസ് വരുന്നത്. പക്ഷേ നമുക്കൊരു ഗൺ മെറ്റൽ ഫിനിഷിലുള്ള അലോയ് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. ലോങ്ങിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഭംഗിയുള്ള ഒരു അലോയ്സ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു നിസാൻ്റെ ലോഗോ വരുന്നുണ്ട്. എന്തായാലും ഫ്രണ്ടിലും ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ് വരുന്നത്. ഇതിൻ്റെ DCT ഓട്ടോമാറ്റിക് വേരിയൻറ്റിൽ നമുക്ക് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഡിസ്ക് ബ്രേക്കുകൾ ലഭിക്കും. വശങ്ങളിൽ നമുക്ക് ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നത് കാണാം. നമുക്കിവിടെ T160 എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ഇവിടെയുള്ള നമുക്കൊരു സിൽവർ ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. മിറേഴ്സിൽ LED ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. വശങ്ങളിലായിട്ട് നമുക്ക് ആ ബ്ലാക്ക് ക്ലാഡിങ്ങിനകത്ത് നിസാൻ്റെ ബാഡ്ജിങ്ങോട് കൂടിയ ഒരു ബ്രഷ്ഡ് സിൽവർ ഫിനിഷ് കാണാനായിട്ട് പറ്റും. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. ഇതിലാകെ പോരായ്മ എന്ന് തോന്നിയിട്ടുള്ളത് ഈ ഒരു കീ തന്നെയാണ്. ഇത് നിസാന് മാറ്റാമായിരുന്നു. വോക്കവേ ലോക്ക് ആൻഡ് അൺലോക്ക് ഫീച്ചറോട് കൂടിയ സ്മാർട്ട് കീ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങളൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റില്ല. നമ്മളുടെ B പില്ലറും C പില്ലറും ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ്. ഇപ്പോൾ ഈ വാഹനം ബ്ലാക്ക് ആയതുകൊണ്ടാണ് നമുക്കതൊരു ബോഡി കളറിൽ തന്നെ ഫീൽ ചെയ്യുന്നത്. ടോപ്പിലേക്ക് വന്നാൽ നമ്മുടെ റൂഫ് റെയിൽസും ഇതിനകത്ത് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. പനോറമിക് സൺറൂഫ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു വേരിയൻറ്റും ഈ ഒരു വേരിയൻ്റാണ്. ബാക്കിൽ നമുക്ക് ഷാർഫിൻ ആൻറ്റിന കാണാം. അപ്പോൾ ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. ഇതിപ്പോൾ T160 ആണ്. 280 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്റ്റീരിയറിൽ നമുക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഇൻറ്റീരിയറിലേക്ക് ചെല്ലുമ്പോൾ മാത്രമാണ് ഡിഫറൻസ് വരുന്നത് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ ഈ ഒരു ബാഡ്ജിങ്ങും നമുക്ക് T280 എന്നായിരിക്കും അവിടെ കൊടുത്തിരിക്കുക. അപ്പോൾ എൻ കണക്റ്റ വേരിയൻറ്റ് എക്സ്റ്റീരിയർ നോക്കുമ്പോൾ എല്ലാം സിമിലറായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. ഈ വാഹനത്തിന്
349 ആണ് ഓവറോൾ ലെങ്ത്ത്. 2657 mm വീൽ ബേസും ഈ വാഹനത്തിന് നിസാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു നമ്മളുടെ ഫ്യൂവൽ ലിഡ് നമുക്ക് പുറത്തുനിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ വാഹനം ലോക്ക് ആണെങ്കിൽ നമുക്കിത് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റില്ല. ഇവിടെ ടൈലൈറ്റിനകത്ത് നിസാൻ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് നമുക്ക് കൊടുത്തിരിക്കുന്നത് കാണാം. വശങ്ങൾ നോക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു വലിയ വാഹനമായിട്ട് നമുക്ക് ടെക്ട്രോൺ ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കണക്റ്റഡ് ടൈലൈറ്റ് കാണാം. കണക്റ്റഡ് ടൈലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻറ്റും ഈ ഒരു എൻകണക്റ്റ വേരിയൻ്റാണ്. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ്. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ്, വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡീഫോഗറോട് കൂടിയ ഗ്ലാസ്സുകളാണ്. അത് നമുക്ക് സെക്കൻഡ് വേരിയൻ്റാണ്, അസെൻഡ വേരിയൻ്റ് തൊട്ട് ലഭിക്കുന്നുണ്ട്. കണക്റ്റഡ് ടെയിൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് റിവേഴ്സ് ലൈറ്റ് കാണാം. നടുക്ക് നിസാൻ്റെ ലോഗോ, അതിനോട് ചേർന്ന് ഇവിടെ ഒരു HD ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ബാക്കിലെ ടെയിൽ ലൈറ്റ് നമുക്ക് ആ ഒരു C ഷേപ്പ് ഡിസൈനാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഫംഗ്ഷൻ ചെയ്യും. താഴെ സ്റ്റോപ്പ് ലൈറ്റ്. ബാക്കിൽ വേറെ മാറ്റങ്ങൾ നോക്കുകയാണെങ്കിൽ ടെക്ട്രോൺ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. ഫ്രണ്ടിൽ കണ്ടപ്പോൾ തന്നെ ബാക്കിലും ആ സിൽവർ ഫിനിഷിൽ ബ്രഷ്ഡ് സിൽവർ ഫിനിഷിൽ ബെമ്പർ യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സാണ് ഈ വേരിയൻറ്റിൽ വരുന്നത്. ഇപ്പോൾ ബാക്കിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ എവിടെയൊക്കെയോ നമുക്കൊരു ഡസ്റ്റർ ഛായ ഈ വാഹനത്തിൽ ഫീൽ ചെയ്യും. ശരിക്കും ഫ്രണ്ടിലെ ഡിസൈനാണ് എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോ ടെയിൽ ഗേറ്റിൻ്റെ ഓപ്ഷൻസ് ഒന്നും ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പാഴ്സൽ ട്രേ നമുക്ക് ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാനായിട്ട് പറ്റും. 60/40 സ്പ്ലിറ്റ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് ബൂട്ട് ലൈറ്റും 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ടും നമുക്കിവിടെ വരുന്നുണ്ട്. സ്പെയർ വീൽ സ്റ്റാൻഡേർഡായിട്ട് ബേസ് വേരിയൻ്റ് തൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 518 ലിറ്ററാണ് ബൂട്ടിൻ്റെ കപ്പാസിറ്റി. പാഴ്സൽ ട്രേ ഇല്ല എങ്കിൽ പാഴ്സൽ ട്രേ റിമൂവ് ചെയ്യുകയാണെങ്കിൽ 700 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസും ഈ വാഹനത്തിന് ലഭിക്കും. അതല്ല, നിങ്ങൾ ഈ തേർഡ് റോ കംപ്ലീറ്റ്ലി ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ 1749 ലിറ്ററിൻ്റെ ഒരു അപാര ബൂട്ട് സ്പേസും അല്ലെങ്കിൽ ഇൻറ്റീരിയർ സ്പേസും നമുക്ക് ഈ വാഹനത്തിൽ ലഭിക്കും. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സും മാറ്റങ്ങളും ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വാക്ക് അവേ ലോക്ക് ആൻഡ് അൺലോക്കിൻ്റെ ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് ആണ് ഇതിൻ്റെ കോമ്പിനേഷൻസ് വരുന്നത്. ഇപ്പോൾ ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ആ ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ കാണാം. ഇവിടെ ഒരു ബ്ലൂ ഇൻസേർട്ട്, ഇവിടെ ഒരു ബ്ലാക്ക് ലെതറിഡ് ഫിനിഷാണ് വരുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു ലൈറ്റ് ബ്ലൂ ലെതറിഡ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു വൈറ്റ് സ്റ്റിച്ചിങ് കാര്യങ്ങളും വരുന്നുണ്ട്. അവിടെ നമുക്ക് ആ ഡോർ ഹാൻഡിൽസ് സിൽവർ ഫിനിഷിൽ കാണാം. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഈ ഒരു എൻകണക്റ്റഡ് വേരിയൻറ്റോട്ടാണ് മിറർ ഫോൾഡിങ്ങിൻ്റെ ഓപ്ഷൻ വരുന്നത്. സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് സീറ്റുകളാണ് വരുന്നത്. ഒരു സെമി ലെതർ എന്ന് പറയാം. വശങ്ങളിൽ ലെതർ ഫിനിഷും അകത്ത് ഫാബ്രിക് ഫിനിഷുമാണ് കൊടുത്തിരിക്കുന്നത്. മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് 1 ലിറ്റർ ടർബോ മാനുവൽ വേരിയൻ്റ് ആണ്. എന്നാലും ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ വശങ്ങളിലായിട്ട് നമുക്ക് നമ്മളുടെ ഹൈഡിൽ സ്റ്റോപ്പ് സ്റ്റാർട്ട്, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഈക്കോ മോഡിൻ്റെ ഒരു ബട്ടണും കൊടുത്തിരിക്കുന്നു. ഇതിപ്പോൾ 280 മാനുവലോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കോ ആണ് എങ്കിൽ ഓട്ടോമാറ്റിക്കിലാണ്. ഇവിടെ നമുക്ക് ഓട്ടോ ഹോൾഡും അതിൻ്റെ ഫീച്ചേഴ്സും ഓട്ടോ പാർക്ക് ബ്രേക്കും ഓട്ടോ ഹോൾഡിൻ്റെ ഫീച്ചറും കൂടിയും വരും. അതാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം. ഇനി അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. എൻകണക്റ്റ വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻറ്റീരിയറിലെ കളർ ടോണിലാണ് പ്രധാന മാറ്റം. ടോപ്പ് എൻഡിൽ നമുക്ക് ആ ഒരു ബർഗണ്ടി റെഡ് ആൻഡ് റോസ് ഗോൾഡ് ഫിനിഷ് ആണെങ്കിൽ ഈ വേരിയൻറ്റിലേക്ക് വരുമ്പോൾ ഒരു ലൈറ്റ് ബ്ലൂ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്തൊരു സിൽവർ എലമെൻറ്റ്സ് ആണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ സ്റ്റിയറിംഗ് വീല് കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. മറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ടോപ്പ് എൻഡിനും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് തന്നെ നമുക്ക് ഈ വേരിയൻറ്റിലും ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ മിസ്സിംഗ് ആയിട്ട് വരുന്നത് നമ്മളുടെ അഡാസിൻ്റെ ഫീച്ചേഴ്സും 360 ക്യാമറയുള്ള ഫീച്ചേഴ്സൊക്കെയാണ് ഈ വേരിയൻറ്റിൽ മിസ്സിംഗ് ആയിട്ട് വരിക. പിന്നെ 280 ടർബോ ഓട്ടോമാറ്റിക് ആണെങ്കിൽ നമുക്ക് ആ വലിപ്പമുള്ള സെൻറ്റർ കൺസോൾ, അതിനകത്ത് വയർലെസ് ചാർജർ, കൂൾഡ് ഗ്ലോ ബോക്സ് പോലെയുള്ള ഫീച്ചേഴ്സ് നമുക്ക് അതിനകത്ത് ലഭിക്കും. ഇത് നമ്മുടെ മാനുവൽ ആയതുകൊണ്ടാണ് അത്തരം ഫീച്ചേഴ്സും ആ വലിപ്പമുള്ള സെൻറ്റർ ടണലും ഇതിനകത്ത് നിന്ന് ഒഴിവായിട്ടിരിക്കുന്നത്. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ലെതർ റാപ്ഡായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. അത് ഡബിൾ ഡീക്കട്ട് സ്റ്റിയറിംഗ് വീല് കൊടുത്തിരിക്കുന്നു. അകത്തെ സ്റ്റിച്ചിങ് പോലും ആ ഒരു ബ്ലൂയിഷ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. മൾട്ടി ഫംഗ്ഷനിലാണ് നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷനോട് കൂടിയുള്ള സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഇടതുവശത്തായിട്ട് നമുക്ക് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും വലതുവശത്ത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസുമാണ് വരുന്നത്. മ്യൂസിക്കിൻ്റെ കൺട്രോൾസ് നമുക്കിവിടെ താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലാണ് മ്യൂസിക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുക. അതും കൂടി സ്റ്റിയറിംഗ് വീല് കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലാണ് ലഭിക്കുക. ഇതിനകത്ത് വരുന്നില്ല. ഇതിനകത്ത് ഓട്ടോ വൈപ്പർ ആൻഡ് ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ 10.25 ഇഞ്ചിൻ്റെ ക്ലസ്റ്റർ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വശങ്ങളിലെ കൺട്രോൾസ് ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. എല്ലാ ഇൻഫർമേഷനും നമ്മളുടെ ടോപ്പ് എൻഡിൽ ലഭിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ഇൻഫർമേഷൻസും ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഈ ഒരു ബട്ടൺ ഉപയോഗിച്ച് അത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മളുടെ ആ ഒരു സ്ക്രീനിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളെ ടോപ്പ് എൻഡിൽ ലഭിക്കുന്ന നാവിഗേഷൻ പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും നമുക്കിതിനകത്ത് ലഭിക്കുന്നില്ല. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വേരിയൻറ്റുകളിലും കൊടുത്തിരിക്കുന്നത് 10 ഇഞ്ചിൻ്റെ സ്ക്രീനാണ്. ഇതിൻ്റെ ടോപ്പിലാണ് നമുക്ക് അതിൻ്റെ ഓൺ ഓഫ് വോളിയം കൺട്രോൾസ് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു സ്ക്രീനാണ്. ഒരു ഡീസൻറ്റ് ക്ലാരിറ്റി ആയിട്ടുള്ള റിവേഴ്സ് ക്യാമറയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് മറ്റ് വേരിയൻറ്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ആയിട്ടുള്ള റിവേഴ്സ് ക്യാമറയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിൻ്റെ പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് ഇവിടെ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. AC കൺട്രോൾസും നമുക്ക് ഇതിനകത്ത് തന്നെയാണ് ലഭിക്കുന്നത്. 4 സ്പീക്കറും 2 ടൂട്ടോടും കൂടിയ ആർക്കമിസ് ട്യൂൺ ചെയ്തൊരു മ്യൂസിക് സിസ്റ്റമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. കേൾക്കാൻ നല്ല ഭംഗിയുള്ള ഒരു മ്യൂസിക് സിസ്റ്റം എന്ന് നമുക്ക് പറയാം. വാഹനം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. 1 ലിറ്റർ ടർബോയാണ്. ഇപ്പോൾ നിങ്ങൾ കേട്ടതാണ് ഈ വാഹനത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിലെ ഒരു സൗണ്ട് കാര്യങ്ങൾ. അത്യാവശ്യം സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർന്ന് നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ AC കൺട്രോൾസ് നമുക്ക് AC ടെമ്പറേച്ചർ, ഫാന് നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ വേറെ അകത്ത് നോയ്സ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. ഡ്യുവൽ സോൺ AC ആണ് നമുക്ക് കൺട്രോൾ ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ 22 ഇവിടെ 24 കാണാനായിട്ട് പറ്റും. ഈ വേരിയൻ്റ് തൊട്ടിട്ടാണ് നമുക്ക് ആ ഡ്യുവൽ സോൺ AC കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ വാഹനം ഓൺ ചെയ്ത സമയത്ത് ആ ക്ലസ്റ്റർ യൂണിറ്റിൻ്റെ ലുക്കൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ആ ലേഔട്ട് കാര്യങ്ങൾ RPM മീറ്ററൊക്കെ അതിനകത്ത് വന്നു എന്നുള്ളതാണ് ഒരു ഡിഫറൻസ് ആയിട്ട് പറയാനായിട്ട് പറ്റുക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് AC വെൻസ് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. ലോക്ക് ആൻഡ് അൺലോക്ക്, നമ്മളുടെ ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ കാണാം. ഈ ഒരു പോർഷൻസിലെല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് ലെതറഡ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ നമുക്കിവിടെ ഒരു വയർലെസ് ചാർജിങ് പാഡ് വരുന്നുണ്ട്. ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ടും അവിടെ 2 Type C ചാർജിങ് പോർട്ടുകളും കാണാം. ഇതാണ് കീ വരുന്നത്. നമ്മുടെ 6 സ്പീഡ് മാനുവൽ ഗിയർ ലിവർ കാണാം. നമ്മൾ പറഞ്ഞാൽ 280 വേരിയൻ്റ് ആണെങ്കിൽ നമുക്കിവിടെ കുറച്ചും കൂടി ഫീച്ചേഴ്സ് ലഭിക്കും. നമുക്ക് സെൻറ്റർ ആംബ്രസ്റ്റ് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസാണ് വരുന്നത്. ഇത് സ്ലൈഡിങ് ഓപ്ഷനോട് കൂടി ആംബ്രസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന വലിപ്പമുള്ള വലിയ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും വരുന്നില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ്. ക്വാർട്ടർ റിവേഴ്സൽ സൺവൈസസ് വിത്ത് മിറർ ആൻഡ് ലൈറ്റോട് കൂടി കൊടുത്തിരിക്കുന്നു. ഓട്ടോ ഡിമ്മിങ്ങുള്ള IRVMs ആണ്. ഫ്രെയിംലെസ് ആയിട്ടുള്ള IRVMs കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിലും സൺവൈസസ് വിത്ത് മിറർ ആൻഡ് ലൈറ്റോട് കൂടിയാണ് വരുന്നത്. പിന്നെ നമുക്ക് സെഗ്മെൻറ്റിൽ തന്നെ വലിപ്പമുള്ള ഒരു പനോറമിക് സൺറൂഫ് കാണാനായിട്ട് പറ്റും. അത്യാവശ്യം വലിപ്പമുള്ള ബാക്ക് വശം വരെ പോകുന്ന വലിപ്പമുള്ള വലിയ സൺറൂഫുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. കൂൾഡ് ലൈറ്റ് ഫീച്ചറോട് കൂടിയുള്ള ഗ്ലോ ബോക്സ് ആണ് ഈ വേരിയൻറ്റിൽ വരുന്നത്. അപ്പോൾ ടോപ്പ് എൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന പ്രധാന മാറ്റം ലേഔട്ട് 360 ക്യാമറയില്ല, അഡാസ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ അഡാസ് വേണ്ട 360 ക്യാമറ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഈ വേരിയൻ്റ് എടുക്കാം. ഇതിൻ്റെ DCT ഓട്ടോമാറ്റിക്കാണ് ഞാൻ പ്രിഫർ ചെയ്യുന്ന വേരിയൻറ്റ്. ഇതിനകത്തൊരു പക്ക വാല്യൂ ഫോർ മണി വേരിയൻ്റ് എന്ന് നമുക്ക് ആ ഓട്ടോമാറ്റിക് വേരിയൻറ്റിനെ പറയാം. അതല്ല മാനുവലാണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ സെക്കൻഡ് വേരിയൻ്റ് ആണെങ്കിലും ഓൾമോസ്റ്റ് കൺസിഡർ ചെയ്യാൻ പറ്റുന്നൊരു വേരിയൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 90 ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ബാക്കിലെ ഡോർ പാഡ് നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷാണ്. ഇവിടെ നമുക്കൊരു സോഫ്റ്റ് ലെതറിഡ് ഫിനിഷ്, ഇവിടെ ഒരു ലൈറ്റ് ബ്ലൂ ഫിനിഷ് വരുന്നു. പവർ വിൻഡോൻ്റെ കൺട്രോൾ, ഡോർ ഹാൻഡിൽസും ബ്ലാക്ക് ഫിനിഷാണ്. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 Type C ചാർജിങ് പോർട്ടുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ബാക്കിലെ സീറ്റുകൾ ഒരു സെമി ലെതറിഡ് സീറ്റ് എന്ന് പറയാം. വശങ്ങളിലൊക്കെ ലെതറിഡ് ഫിനിഷ് വരുന്നുണ്ട്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ്. സെൻറ്റർ ആംറസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡറാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളകത്തേക്ക് കയറി ഇരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്കൂപ്പ് ഔട്ട് ചെയ്തിരിക്കുന്ന സീറ്റുകളാണ്. സീറ്റ് പോക്കറ്റ്സ് വരുന്നുണ്ട്. കാലെല്ലാം അകത്ത് കയറ്റി വെച്ച് സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഓൾമോസ്റ്റ് ഒരു 8 to 9 സെൻറ്റിമീറ്ററിൻ്റെ അടുത്ത് ഹെഡ് റൂം ബാലൻസ് കാണാം. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലേക്ക് റീഡിംഗ് ലൈറ്റുകൾ വരുന്നുണ്ട്. അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ വിത്ത് ഹുക്ക് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ടെക്നോയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ സെഗ്മെൻറ്റിലെ സേഫസ്റ്റ് കാറാണ്. കാരണം ഭാരത് NCAPൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ചൈൽഡ് സേഫ്റ്റിക്കും അഡൾട്ട് സേഫ്റ്റിക്കും 5 സ്റ്റാർ ലഭിച്ചിരിക്കുന്ന ഒരു വാഹനമാണ്. പിന്നെ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ടോപ്പ് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ അഡാസ് ലെവൽ 2ൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കും. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ വേരിയൻ്റ് ഓൺവേർഡ്സ് ആണ് നമുക്ക് എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ 1 ലിറ്റർ ടർബോ വിത്ത് 6 സ്പീഡ് മാനുവൽ, അതായത് 100 PS പവറും
166 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 19 കിലോമീറ്റർ ഒക്കെയാണ് മൈലേജ് പറയുന്നത്. ആവറേജ് 15 മൈലേജ് എക്സ്പെക്റ്റ് ചെയ്യാം. അതല്ല 1.3 ടർബോയിൽ നമുക്ക് ഈ വേരിയൻ്റ് അവൈലബിൾ ആണ്. അതിനകത്ത് മാനുവലും ഓട്ടോമാറ്റിക്കും ലഭിക്കുന്നുണ്ട്. അത് 1.3 ടർബോ നിങ്ങൾക്കറിയാം സെഗ്മെൻറ്റിലെ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു വാഹനമാണ്, അല്ലെങ്കിൽ ഒരു എഞ്ചിനാണ്. 160 HP പവറും 280 Nm ടോർക്കുമാണ്. ഒരു ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കിട്ടുന്ന അത്രയും ഒരു പുള്ളിങ് പവർ, അതായത് അത്രയും ടോർക്ക് നമുക്ക് ഈ വാഹനം ജനറേറ്റ് ചെയ്ത് തരുന്നുണ്ട്. 6 സ്പീഡ് DCT ഗിയർ ബോക്സ് അല്ലെങ്കിൽ 6 സ്പീഡ് മാനുവലായിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്. DCTക്ക് മൈലേജ് കൂടുതലാണ്, 18ഒക്കെയാണ് പറയുന്നത്. റിയൽ ലൈഫിൽ ഒരു 14 വരെയൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കാര്യം പവർഫുൾ ആയിട്ടൊരു വാഹനമാണ്. നമ്മൾ ഓടിക്കുമ്പോഴും അങ്ങനെ കാല് കൊടുത്ത് പവർഫുള്ളായിട്ട് തന്നെ ആ വാഹനം ഓടിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് മൈലേജ് കുറയാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ പ്രൈസിലേക്ക് വന്നാൽ നമുക്ക് എൻ കണക്റ്റ വേരിയൻറ്റിൻ്റെ പ്രൈസ് നോക്കാം. മറ്റ് വേരിയൻറ്റുകളുടെ പ്രൈസ് ഞാൻ അസൻഡ ഓട്ടോമാറ്റിക്കിൻ്റെ വീഡിയോയിലും നമ്മളുടെ ടോപ്പ് എൻഡിൻ്റെ വീഡിയോയിലും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലിങ്കിലും ഐ ബട്ടണിലും ഞാനത് കൊടുക്കാം. എൻ കണക്റ്റ വേരിയൻറ്റ് ഇതിൻ്റെ പെട്രോൾ മാനുവലാണ് എങ്കിൽ നമുക്ക് 1672, അതായത് 1 ലിറ്റർ ടർബോ. ഇനി 1.3 ടർബോ ആണെങ്കിൽ മാനുവലിന് 1830 പ്രൈസ് വരുന്നത്. ഇതിൻ്റെ ഓട്ടോമാറ്റിക് എടുക്കണമെങ്കിൽ നിങ്ങൾ 2045 സ്പെൻഡ് ചെയ്യണം. അപ്പോൾ 2045 കൊടുത്ത് ഈ വാഹനത്തിൻ്റെ ഓട്ടോമാറ്റിക് എടുക്കണോ അതോ അസൻഡയുടെ DCT എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അസൻഡ DCTയും ഇതുമായിട്ട് ഏകദേശം 2 ലക്ഷം രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. ആ 2 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് എക്സ്റ്റീരിയറിൽ കണക്റ്റഡ് ടെയിൽ ലൈറ്റ്, ബാക്കിലെ കണക്റ്റഡ് DRL ലഭിക്കും, ഓട്ടോ ഫോൾഡിംഗ് മിറേഴ്സ് ലഭിക്കും, പിന്നെ ഒരു 18 ഇഞ്ച് അലോയ് വീൽസ് കിട്ടും, പിന്നെ കീലെസ് എൻട്രി, പുഷ് ബട്ടൺ സ്റ്റാർട്ട് പോലുള്ള ഫീച്ചേഴ്സ് കിട്ടും. ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പനോറമിക് സൺറൂഫ് ലഭിക്കുന്നുണ്ട്, ഓട്ടോ AC ലഭിക്കുന്നുണ്ട്. ഇത്രയും ഫീച്ചേഴ്സാണ് അഡീഷണലി വരുന്നത്. ഇതെല്ലാം നമുക്കൊരു പ്രീമിയം ഫീച്ചേഴ്സിൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇത്രയും വില കൂടിയൊരു വാഹനമാണ് നിങ്ങൾ വാങ്ങുന്നത്, നിങ്ങൾക്ക് ഈ പറഞ്ഞ സൺറൂഫ് ഉൾപ്പെടെയുള്ള പ്രീമിയം ഫീച്ചേഴ്സ് വേണമെങ്കിൽ നിങ്ങൾ എൻ കണക്റ്റ് എടുക്കണം. അതല്ല നിങ്ങൾക്ക് ഇതിനകത്തൊരു ഓട്ടോമാറ്റിക്കാണ് വേണ്ടത്, ആക്സസറീസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അസെൻഡയുടെ ഓട്ടോമാറ്റിക് എടുക്കുക. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എനിക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള വേരിയൻ്റ് ആയിട്ടാണ് അതും തോന്നിയത്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്, പക്ഷേ കൊടുക്കുന്ന പൈസയ്ക്കുള്ളൊരു മൂല്യം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ വേരിയൻ്റ് ആയിരിക്കണം കൺസിഡർ ചെയ്യേണ്ടത്. അതല്ല ഇതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻ്റുള്ള ടെക്നയിലേക്കോ ടെക്ന പ്ലസിലേക്കോ പോയി കഴിഞ്ഞാൽ ഇതിനേക്കാളും ഏകദേശം 2 ലക്ഷം തൊട്ട് 3 ലക്ഷം രൂപ വരെ പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. അതായത് ടെക്ന ഓട്ടോമാറ്റിക്കോ മാനുവലോ ആണെങ്കിൽ നിങ്ങൾക്ക് 22 ലക്ഷം രൂപയാണ് ടെക്ന ഓട്ടോമാറ്റിക്കിന് പ്രൈസ് വരുന്നത്. ടെക്ന പ്ലസ് ആണെങ്കിൽ 23,04,000 രൂപയും. അപ്പോൾ അത്രയും പ്രൈസ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഡയമണ്ട് കട്ട് അലോയ് വീൽസ്, വെൻറ്റിലേറ്റഡ് സീറ്റ്സ്, പിന്നെ എന്താ പറയുക 360 ക്യാമറ പോലെയുള്ള ഫീച്ചേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് അഡീഷണൽ ലഭിക്കുക. ഇനി ടെക്ന വേരിയൻറ്റിൻ്റെയും കൂടി പ്രൈസ് നോക്കാം. കാരണം ടെക്ന വേരിയൻ്റാണ് ഇത് കഴിഞ്ഞാലുള്ളൊരു ബെസ്റ്റ് വേരിയൻ്റ് ആയിട്ട് പറയാൻ പറ്റുക. ടെക്ന മാനുവൽ 1 ലിറ്റർ ആണെങ്കിൽ 19,09,000 രൂപ. അതിൻ്റെ നമ്മളുടെ 1.3 ടർബോ മാനുവൽ ആണെങ്കിൽ 20,32, ഓട്ടോമാറ്റിക് ആണ് എങ്കിൽ 22,05,000 രൂപയും. അതായത് ടെക്ന വേരിയൻറ്റിൻ്റെ 1.3 ഓട്ടോമാറ്റിക് എടുക്കുന്ന ബഡ്ജറ്റിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കാണുന്ന വാഹനം, അതായത് എൻ കണക്റ്റഡ് DCT ഓട്ടോമാറ്റിക് എടുക്കാനായിട്ടും പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിസാൻ റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ടെക്ടോൺ എന്നല്ല, നിസാൻ്റെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിൽ എക്സിസ്റ്റിംഗ് ഓണേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.